കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒത്തിരി അധികം പ്രധാനപ്പെട്ട കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഹോസ്പിറ്റലിലേക്ക് വരുന്ന രേവതിനെ എല്ലാവരും കൂടെ അങ്ങനെ ആട്ടി ഓടിക്കുവാണ്. രേവതിക്കാണ് വല്ലാത്ത സങ്കടമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം സച്ചി അവിടെ അശോകനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സച്ചി വിട്ട് രേവതിനെ കണ്ടതുമില്ല, രേവതി സച്ചിനെ കണ്ടതുമില്ല. അശോകനോട് സച്ചി പറയണം, അതേ അങ്കിളെ വല്ലാത്തൊരവസ്ഥയല്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഡോക്ടർ വന്നിട്ടില്ല, മെയിൻ ഡോക്ടർ എതിരായിട്ടും വന്നിട്ടില്ല എന്ന് പറയണം. ശരി, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാന്ന് പറയാം. ശരി അങ്കിൾ ഇങ്ങോട്ട് വാ, വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഫോൺ വെച്ചിട്ട് അകത്തേക്ക് കയറി ചെല്ലുക. ചെന്നിട്ട് ചോദിച്ചു, ഡോക്ടർ വന്നെന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയും. അല്ല നീ ഡോക്ടറെ കാണാൻ പോയിട്ടോ? ഇല്ല, ഡോക്ടർ വന്നോണ്ടിരിക്കുവാന്ന് പറഞ്ഞെന്ന് പറയാം. പിന്നെ സച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ഇതുവരെയായിട്ടും വരുന്നില്ല. ഇതെന്താ എത്ര സമയമായിട്ട് ഈ ഡോക്ടർ വരാത്തെ? ആകെപ്പാടെ സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം കയറി. അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, എല്ലാവർക്കും ആകെപ്പാടെ ടെൻഷനാ. ഈ സമയത്തൊക്കെ രവീന്ദ്രൻ ഇങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി കിടക്കുവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് മെയിൻ ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. അപ്പൊ കൂടെ ആദ്യം നോക്കിയ ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടർ അങ്ങ് വന്നിട്ട് പറഞ്ഞു, ഇതാണ് പേഷ്യൻസിന്റെ ആൾക്കാർ, ബന്ധുക്കാരെന്ന് പറയാൻ. ആണോ? പെട്ടെന്ന് അങ്ങ് സച്ചി എന്നിട്ട്, എന്താ ഡോക്ടറെ ഇതെന്ത് പരിപാടി? എന്റെ അച്ഛനകത്ത് കിടക്കണേ. ഞങ്ങള് ഹോസ്പിറ്റലിൽ വന്ന എത്ര സമയം എന്നറിയോ? ഇപ്പൊ വരും എന്ന് ഓർത്തിരുന്നിട്ട് ഇതുവരെയായിട്ടും വന്നില്ല. അതെ ഡോക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ലെന്ന് പറയുവാണെങ്കിൽ എനിക്ക് എന്റെ അച്ഛനും കൂടെ അങ്ങോട്ട് പോവായിരുന്നു. അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നാൽ മതി. അച്ഛന് മേടിച്ചിട്ട് മരുന്നൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. ഇതേ വെറുതെ മനുഷ്യന് എങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കല്ലോ ഡോക്ടറെ എന്ന് പറയണം. പെട്ടെന്ന് ശ്രുതി സച്ചിനെ ഒന്നും മിണ്ടായിരിക്കുന്നു പറയണം. പിന്നീട് ശ്രുതി പറഞ്ഞു, ഡോക്ടറെ അച്ഛന്റെ അവസ്ഥ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ, പരിശോധിച്ച് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഡോക്ടർ എന്നിട്ട് എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കി. പിന്നീട് റിപ്പോർട്ട്സ് ഒക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പൊ റിപ്പോർട്ട്സ് എല്ലാം ആയിട്ടുണ്ടായിരുന്നു. സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നോക്കിയിട്ട് അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് സച്ചി ശ്രുതി എല്ലാവരും ചെന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഡോക്ടറെ? അച്ഛനിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, അതെ ഇദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല ഡോക്ടറെ, ഒന്നും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. അച്ഛന് ഇതായിട്ട് ഒരു ജലദോഷപ്പനി പോലും വന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞ, അതെ ഡോക്ടറെ, ഒരു പനി പോലും അതെ രവിയേട്ടൻ അങ്ങനെ വരാറില്ലെന്ന് പറയണം. ആദ്യമായിട്ട് എങ്ങനെ സംഭവിച്ചെന്ന് പറയാം. അല്ല ഡോക്ടറെ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. അതെ അദ്ദേഹത്തിന്റെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറയണം. ബ്ലോക്കോ? അതെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറയണം. അത് 2 അല്ല 4 ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. 2 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് മെഡിസിൻ കൊടുത്ത് മാറ്റാം. പക്ഷെ 4 ഉള്ളതുകൊണ്ട് അത് സർജറി ചെയ്ത് സ്റ്റെന്ത് വെക്കണമെന്ന് പറയാം. എത്രയും പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ഞെട്ടുണ്ടായി. ഒരു നിമിഷം ശ്രുതിയൊക്കെ ഞെട്ടിപ്പോയി. സ്റ്റെന്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തണമെന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ അപകടമാണെന്ന് പറയണം. അറ്റായിക്കാണ് ഇതൊക്കെയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിയുടെയൊക്കെ ജീവൻ പകുതി പോയി. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ ഒന്നും രവീന്ദ്രൻ ഉണ്ടായിട്ടില്ല. അല്ല എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുക. പക്ഷെ ശ്രുതി പറഞ്ഞു, 2-3 ദിവസമായിട്ട് ഇച്ചിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ കാരണം ആൾ ഇച്ചിരി ഇമോഷണലായിരുന്നു പറയണം. അത് ഇമോഷൻസ് ഒക്കെ ഉണ്ടായാലും ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടായാലും വരാം. പക്ഷെങ്കിൽ ഇത് അതും കൂടെ കൊണ്ടല്ല, അല്ലാതെ തന്നെ ഇദ്ദേഹത്തിന് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും എന്ത് ചെയ്യണം നടത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറയാം. അത് മാത്രമല്ല ഒരു പരിഹാരമുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് നടക്കുമ്പോഴത്തേനും ആ ജൂനിയർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന സർജറി എന്നുള്ള ഡോക്ടർ പറഞ്ഞേ. പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയാം. അല്ല ഡോക്ടറെ, അത് പിന്നെ എത്ര രൂപയാവും? അങ്ങനെയൊക്കെ 4 ലക്ഷം രൂപയോളം ആവും ആ സർജറി ചെയ്യാനായിട്ട്. അത് മാത്രമല്ല ഇതേ മെയിൻ ഡോക്ടർ നിങ്ങളുടെ ഭാഗ്യത്തിന് ഇവിടെ വന്നേ. ഈ ഡോക്ടർ അങ്ങനെ ഇവിടെ അധികം കാണാറില്ല. നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാ ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ അദ്ദേഹം ബോംബെക്ക് പോകും. പക്ഷെ പോകുന്നതിന് മുമ്പ് ചെയ്യുവാണെങ്കിൽ നല്ലതാ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞിട്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്ന് പറയണം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്യാഷ് അടിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. എത്രയും സർജറി എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയാം. സർജറി താമസിക്കും തോറും അദ്ദേഹത്തിന്റെ റിസ്ക് കൂടിക്കൊണ്ടിരിക്കും എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് ആ ഡോക്ടറും കൂടെ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് സച്ചിയൊക്കെ. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞു. സർജറി അല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ലാത്തൊരവസ്ഥയിലാണ്. ആ സമയം രേവതി എന്ത് ചെയ്യാണ്? നേരെ ക്ഷേത്രത്തിന് അങ്ങോട്ടാ പോകുന്നത്. അപ്പോൾ രേവതി നേരെ വെടിയും പോകാൻ പോലെ അങ്ങോട്ട് പോകുന്ന കണ്ടപ്പോഴത്തേനും ലക്ഷ്മിയമ്മയും ദൈവവും കൊണ്ടു, ഇതെന്താ ചേച്ചി ഇങ്ങനെ വന്നങ്ങോട്ട് പോകുന്നേ? രേവതി വിളിക്കുന്നുണ്ട്. പക്ഷെ രേവതി മൈൻഡ് ചെയ്യുന്ന പോലില്ല. അങ്ങനെ ചെന്ന് പെട്ടെന്ന് തന്നെ ലക്ഷ്മിയമ്മയും ദൈവം ആ പുറകെ ഓടിച്ചെല്ലുവാണ്. രേവതിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ രേവതി ശ്രദ്ധിക്കുന്ന പോലുമില്ല. അങ്ങനെ ചെന്ന് ശ്രീകളുടെ മുന്നിലേക്ക് അങ്ങ് ഞാൻ പ്രാർത്ഥിക്കുവാണ്. എന്റെ ഭഗവാനെ, എന്തിനാ എന്റെ അച്ഛനോട് ഇതിങ്ങനെ ചെയ്യുന്നേ? പാവം എന്റെ അച്ഛൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല.
പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ ഒരു ആപത്ത് വരുത്തിയത്? ഇത് എന്റെ ജീവൻ വേണേ എടുത്തോ, പക്ഷെ എന്റെ അച്ഛന്റെ ജീവന് ഒരാപത്തും സംഭവിക്കരുത്. എന്ത് വേണേലും ഞാൻ ചെയ്തുതരാം. എന്റെ അച്ഛന്റെ ജീവനൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ലക്ഷ്മി അമ്മയ്ക്കും ദേവുവിന് എന്താ കാര്യം എന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ രേവതി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ലക്ഷ്മി വെച്ച്, എന്താ മോളെ, എന്താ പറ്റിയത്? രവിയേട്ടൻ എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. പിന്നീട് രേവതി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണേ. എന്റെ ഭഗവാൻ, ഇത് എന്താ ഞാൻ കേൾക്കണേ? അറ്റാക്കും അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറയണ. പിന്നീട് രേവതി പറഞ്ഞു, മോള് വിഷമിക്കണ്ടെന്ന് പറയണം. ഈ സമയം ദേവ് പറഞ്ഞു, ചേച്ചി കരയില്ലേന്ന് പറയാം. ഇപ്പൊ മനസ്സിലായല്ലോ, എല്ലാരും കൂടെ കൂടിയിട്ട് പാവം ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാത്ത, എല്ലാവർക്കും ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിന്നെ ആ ഈ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന രവിയേട്ടൻ കാരണം നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായതന്നെ. എന്നിട്ടും ഇപ്പൊ കണ്ടില്ലേ, ഇതാ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ആലോചിച്ച് ചിന്തിക്കണമെന്ന്, അല്ല ആലോചിച്ച് ചെയ്യണമെന്ന്. അദ്ദേഹത്തിന് മനസ്സിൽ ശ്രീകാന്തിന്റെ കാര്യത്തിൽ അത്രയും വിഷമമുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രേവതി ഒന്നും കേൾക്കാണ്ട് നിന്നില്ല. രേവതി പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, അങ്ങോട്ടേക്ക് ഓടിപ്പോവാണ്. എന്താ മോളെ, നീ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം. അതൊന്നും കേൾക്കാൻ രേവതി കൂട്ടാക്കില്ല. രേവതി അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് പൈപ്പിന്റെ ഓട്ടിൽ നിന്ന് കുറെ വെള്ളം ഒരു കോരി തലയിലേക്ക് അങ്ങോട്ട് കമത്തുവാണ്. കമത്തിയിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് ശയനപ്രദക്ഷിണം ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. പിന്നീട് ലക്ഷ്മി അമ്മയ്ക്കൊക്കെ മനസ്സിലായി. കാരണം രവീന്ദ്രൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയും പ്രാർത്ഥന കൊണ്ട് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ പ്രാർത്ഥന കൊണ്ട് കഴിയുമെങ്കിൽ ദൈവം അങ്ങനെ സുഖപ്പെടുത്തട്ടെ എന്നോർത്തുകൊണ്ട് രേവതി ഇങ്ങനെ ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുക. ലക്ഷ്മിയമ്മ ദേവു സഹായിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് വല്ലാത്തൊരു വലിയാണ് രവീന്ദ്രൻ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഐസിയു കിടന്നിട്ട് ശ്വാസം കിട്ടാതെ വലിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നേഴ്സ് എന്തിയാ പുറത്തേക്ക് ഇറങ്ങി ഓടി. ഡോക്ടറൊക്കെ പാഞ്ഞു പെറുക്കി വരുവാണ് അകത്തേക്ക്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയും ബാക്കി എല്ലാവരും കൂടെ ഐസിയുവിനകത്തേക്ക് ഇടിച്ചു കയറുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ഇങ്ങനെ ഒരുമാതിരി ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. ശ്വാസം കിട്ടാതെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രവീന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഡോക്ടർ നഴ്സിനോട്, ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുക, അങ്ങനെ ഇതൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും രവീന്ദ്രൻ ഇച്ചിരി ഒരു കുറവ് വരുന്നുണ്ട്. ശ്വാസമൊക്കെ സാധാരണ ഗതിയിലേക്ക് പോയി. പക്ഷേങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം സച്ചിക്കും ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതിയൊക്കെ അവിടെ കിടന്ന് അലറി നിലവിളിക്കുവാണ്. ഡോക്ടർ ഇനിയിപ്പോൾ പേടിക്കാല്ല, കുറച്ച് സമയത്തേക്ക് കുഴപ്പമില്ല. അല്ല, നിങ്ങളോട് സർജറിയുടെ കാര്യം പറഞ്ഞിട്ട് എങ്ങനെയായി? നിങ്ങൾ പണമൊക്കെ അടച്ചോന്ന് ചോദിക്കുക. ഇല്ല ഡോക്ടറെ, ഞങ്ങളത് സംഘടിപ്പിച്ചോണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ഇപ്പൊ കണ്ടല്ലോ, ഇതേപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇനി വരുമ്പോ, ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടത്താമെങ്കിൽ ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ സർജറി നടത്തണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ എല്ലാവരും കൂടെ പുറത്തേക്ക് വരുവാണ്. ഈ സമയം സച്ചി പറഞ്ഞു, എങ്ങനെയെങ്കിലും അച്ഛൻ്റെ ജീവൻ രക്ഷിക്കണം. ഈ സമയം സുധീരെ അടുത്ത് എന്നിട്ട് സച്ചി ചോദിച്ചു, നിന്റെ അക്കൗണ്ടിൽ വല്ല പൈസ ഉണ്ടോ എന്തെങ്കിലും ചോദിക്കണം. ഇല്ല, കഴിഞ്ഞ മാസം ഞാൻ ശമ്പളം മേടിച്ചായിരുന്നല്ലോ, പിന്നെ കിട്ടാനൊന്നും ഇല്ല. അതേപോലെ അവന് ജോലിയില്ല കൂലിയില്ല ഒന്നുമില്ല എന്നുള്ള കാര്യം സച്ചിക്കൊന്നും അറിയത്തില്ലോ. പിന്നീട് സച്ചി ആകെപ്പാട് ടെൻഷനില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ പിന്നീട് സച്ചി പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഞാനും വിളിച്ചു നോക്കട്ടെ എന്ന് ഓർത്തോണ്ട് അങ്ങോട്ട് ഫോൺ വിളിച്ചോണ്ട് അങ്ങോട്ട് മാറുവാണ്. ഈ സമയം ചന്ദ്രമതി എന്ത് ചെയ്യണം, ചന്ദ്രമതി എന്ന് ശ്രുതിയുടെ അടുത്തിട്ടു, അല്ല ശ്രുതി, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഇനിയിപ്പോൾ എങ്ങനെയും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു പക്ഷേങ്കിൽ നിന്റെ ഡാഡി പുറത്തല്ലേ, മലേഷ്യയിലേക്ക് വിളിച്ചിട്ട് കുറച്ച് പൈസ തരാൻ പറയാവോ? അച്ഛൻ്റെ കാര്യമല്ലേ, അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടി കുറച്ച് പണം തരാമെന്ന് ചോദിക്കാവോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ആകെപ്പാടെ അങ്കലാപ്പായി. എന്ത് ചെയ്യാനെന്ന് പറ, എങ്ങനെ ചോദിക്കുന്നേ? എങ്ങനെ ഇല്ലാന്ന് പറയണേ, കാരണം അച്ഛനും ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നുള്ള കാര്യം തനിക്കല്ലേ അറിയത്തുള്ളൂ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ലമ്മേ, കാരണം പരിധിക്ക് പുറത്താ പറയുന്നത്. ഈ സമയം ചിലപ്പം അച്ഛൻ എന്തെങ്കിലും ടൂർ പ്രോഗ്രാം ആയിരിക്കും, മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി പോയിരിക്കുമായിരിക്കും എന്ന് പറയണം. അല്ല, അങ്ങനെയാണെങ്കിൽ അവിടെ ആരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പണം തരാൻ പറ്റില്ല എന്ന് പറയണം. അല്ല, വേറൊരു അച്ഛൻ്റെ ഉണ്ടായിരുന്നല്ലോ അരവിന്ദൻ, അയാൾ ചോദിച്ചിട്ടുണ്ടെങ്കിലോ? അതെ, കൊച്ചച്ഛനും അതെ അച്ഛനോടൊപ്പം ആയിരിക്കും, അതുകൊണ്ട് വിളിച്ചാലൊന്നും ഇപ്പൊ കിട്ടത്തില്ല എന്ന് പറയാണ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പരിധിക്ക് പുറത്താ പറഞ്ഞെന്ന് പറയാ. ആ സമയത്ത് സച്ചി ഫോൺ ചെയ്തോണ്ടിരിക്കുക. സച്ചി പെട്ടെന്ന് പറഞ്ഞു, നുണയാ, പച്ച കള്ളവാ പറയണേന്ന് പറയണം. പെട്ടെന്ന് ശ്രുതി ഞെട്ടിപ്പോയി. ദൈവമേ, ഇനിയിപ്പം താൻ പറഞ്ഞ കള്ളത്തരമാണെന്നാണ് പറയുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേന് ഫോൺ ചെയ്തോണ്ടിരിക്കുക. സമാധാനമുണ്ട്. എൻ്റെ ഇത്ര സമയം ഒരു ടെൻഷനായി പോയനം. പിന്നീട് ശ്രുതി നേരത്തെ ശ്രുതിയുടെ തിന്നിട്ട് പറഞ്ഞു, അല്ല നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ, കമ്പനിയിൽ ചോദിച്ചു നോക്കാൻ പറ്റുമോ? ഒരു പക്ഷേ മാനേജറോട് ചോദിക്കുവാണെങ്കിൽ, അല്ല ലോണിന് എന്തെങ്കിലും അപ്ലൈ ചെയ്യുവാണെങ്കിൽ, അത് പിന്നെ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ഇനി താമസിക്കും. കാരണം അത് കിട്ടി വരുമ്പോഴത്തേനും അച്ഛന് അത്യാസന നിലയിൽ കിടക്കുന്നതല്ലേ, ഇന്ന് തന്നെ ചെയ്യേണ്ട, അത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. സച്ചി പറഞ്ഞു, ചോദിക്കാനുള്ളവരോടൊക്കെ ചോദിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും അങ്ങോട്ട് അശോകനും കൂടെ വന്നു. അശോകൻ വന്നിട്ട് എന്താ കാര്യങ്ങളെന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്നാ പറഞ്ഞേ, അതിനുള്ള പണം ഇല്ലാന്ന് പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം മോനെ, എൻ്റെ ഈ പണം ഉണ്ടായിരുന്നു ഞാൻ തന്നേനെന്ന് പറയാം, എൻ്റെ കയ്യിലും ഇല്ലോന്ന് പറയണം. പാവം
രവിയേട്ടൻ ആർക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ ആ സമയത്ത് എടുത്തു കൊടുക്കുന്ന, പക്ഷെ അദ്ദേഹത്തിന്റെ ആവശ്യം വന്നപ്പോൾ ഒരു മനുഷ്യന്മാര് പോലും ഒന്നും സഹായിക്കാനില്ലോ എന്ന് പറയണം. ഈ സമയം സുധി എന്നിട്ട് ചന്ദ്രമതിയോട് ചോദിച്ചു, അല്ല ഭാമാന്റെയുടെ കാണുമോ, ഭാമാന്റെയുടെ ഒന്ന് ചെന്ന് ചോദിച്ചു നോക്കിയാലോ. അവളിവിടെ ഇല്ല, അവള് നാട്ടിൽ പോയിക്കോ, ഇവിടെ പോലും ഇല്ല എന്ന് പറയണം. അല്ലെങ്കിൽ അവളുടെ കൈ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിലൊന്നും കാണാൻ വഴിയില്ലെന്ന് പറയണം. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലായിപ്പോയി സുധി എല്ലാരും കൂടെ. അവസാനം സുധി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല നമുക്കൊരു കാര്യം ചെയ്തല്ലെന്ന് ചോദിക്കാം. എവിടെന്തേലും പലിശയ്ക്ക് എന്തെങ്കിലും മേടിച്ചല്ലോ. പെട്ടെന്നാണ് ശ്രുതി ആ കാര്യം ഓർത്തെ. അല്ല നമ്മുടെ ആധാരം ഉണ്ടല്ലോ വീട്ടില്, ആ ആധാരം കൊണ്ട് പണയം വെക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കില് പൈസ കിട്ടുമല്ലേ. അയാളുടെ ആ പലിശക്കാരൻ്റെ തന്നെ കൊടുക്കാൻ 4 ലക്ഷം രൂപയുടെ കാര്യമല്ലേ ഉള്ളെന്ന് പറയണം. ഓ അത് ശരിയാണോ, 4 ലക്ഷം രൂപ. പെട്ടെന്ന് സച്ചിയും കൂടെ ഓടി വരുവാണ്. സച്ചിയുടെ അടുത്തേക്ക് എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ഇതേ ആ ആധാരം എടുത്തോണ്ട് വീട്ടിൽ ആധാരം കാണും, അത് എടുത്തോണ്ട് പോയിട്ട് അത് പണയം വെക്കോ, എന്ത് വേണം ചെയ്തോ, എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ദേ അച്ഛനുള്ള പണവുമായിട്ട് നീ ഇങ്ങോട്ട് വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൈ തൊഴുത് പിടിക്കുവാണ് സച്ചിയുടെ മുന്നില്. നീ അച്ഛനെ എങ്ങനെയും രക്ഷിക്കണം, ദേ അറിയാലോ, എന്തേലും കാണിച്ചിട്ട് അച്ഛനുള്ള പണവുമായിട്ട് നീ വരണം, നീ ചെല്ലട സച്ചി, എത്രയും പെട്ടെന്ന് പോടാ എന്ന് പറഞ്ഞൊരു ചന്ദ്രമതി അവിടെ നിന്ന് അലമുറയിട്ട് കരയുവാണ്. സച്ചി ഒരു നിമിഷം ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കി. കാരണം ഇത്രയും നാൾ ഇതുപോലെ അച്ഛനോട് സ്നേഹമൊന്നും സച്ചി കണ്ടിട്ടില്ല ചന്ദ്രമതിക്ക്. പക്ഷെ ആദ്യമായിട്ടാണ് ആ സ്നേഹം പുറത്ത് ചന്ദ്രമതി പ്രകടിപ്പിക്കുന്നത് തന്നെ. പെട്ടെന്ന് സച്ചി ശരിയെന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ വീട്ടിലേക്ക് ഓടുവാണ്. ഈ സമയം ആകെപ്പാട് ടെൻഷൻ അടിച്ച് എല്ലാവരും ഇരിക്കുക. രവീന്ദ്രൻ ആണെങ്കിൽ നോർമൽ സ്റ്റേജിൽ അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല, കണ്ണുപോലും തുറക്കുന്നുണ്ടായിരുന്നില്ല, കണ്ണടച്ച് അതേ ഒരു കിടപ്പ് തന്നെ കിടക്കുന്നത്. ആ മയക്കത്തിൽ ഇങ്ങനെ മയങ്ങി മയങ്ങി കിടക്കുവാണ്. കാരണം ഇനി സർജറി ചെയ്തില്ലെങ്കിൽ എപ്പോഴും വേണമെങ്കിലും ഏത് നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ സമയം സച്ചി ഓടിപ്പോയിട്ട് അവിടെ നോക്കുവാണ്. പക്ഷെ രേവതിനെ ഒന്ന് വിളിച്ചു ചോദിക്കാം, എവിടെയാ ആധാരം ഇരിക്കുന്ന വിളിച്ചു നോക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് രേവതി ഇട്ട് ഫോണും എടുക്കുന്നില്ല. രേവതി അമ്പലത്തിൽ ശയന പ്രതീക്ഷ നടത്തിക്കൊണ്ടിരിക്കുവല്ലോ. സച്ചി പോയിട്ട് അവിടുത്തെ അലമാരിലൊക്കെ നോക്കണം, ഒരിടത്തും കണ്ടില്ല. അവിടെ അരിച്ചു പെറുക്കി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സച്ചിക്ക് ആ പാടെ വെപ്രാളമായി. ആധാരം ഒട്ടും കാണുന്നില്ല. അവൾ ഇതിനെ എവിടെ കൊണ്ടേ വെച്ചു? ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയോ, അതോ ഇനിയിപ്പോൾ വേറെ ആരും എടുത്തോണ്ട് പോയോ, ഇനിയിപ്പോൾ ആ സുതി എങ്ങാനും കൊണ്ടേ വീണ്ടും പണയം വെച്ചോ? അങ്ങനെ ഒരു ടെൻഷൻ സച്ചിയുടെ മനസ്സിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ സച്ചി ഓടി നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് പറഞ്ഞു, ആധാരം അവിടെ കാണുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടൻ ചന്ദ്രമതി ഒരു ഞെട്ടലോട് കൂടിയിട്ട് സച്ചിനെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.